അങ്ങനെ ഞങ്ങൾ ഓർഡർ വന്നു കേട്ടോ. എൻ്റെ സാമ്പാർ വട, ചട്നി, പിന്നെ ഒരു ചമ്മന്തി, ലിമോൺ ഗീ റോസ്റ്റ്, അതിലൊരു വടയുണ്ട്. കണ്ണുകൾ നോക്കിയാൽ ഞാൻ എല്ലാ സ്റ്റാച്യൂസിൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചു ലിമോ. എല്ലാം ഒറിജിനൽ കണ്ണുകളുമായിരുന്നു തോന്നും. തണുത്ത മോര് കണ്ട അടിപൊളി മോരാണ്. അതെന്താണ്? കട്ടിത്തൈര്. ഓ ആവോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക്. ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് സുനിൽസ് വാക്സ് മ്യൂസിയം തിരുവനന്തപുരത്തുള്ള. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവിടെ കുറേ ലീഡേഴ്സിൻ്റെയും പിന്നെ പൊളിറ്റീഷ്യൻസിൻ്റെയും പിന്നെ ആക്ടർമാരുടെയൊക്കെ മെഴുകുകൊണ്ടുണ്ടാക്കിയ വാക്സ് കൊണ്ടുണ്ടാക്കിയ പ്രതിമകളാണ്. അപ്പോൾ നമുക്ക് അത് കാണാം അല്ലേ? കാണാൻ പോവല്ലേ? റെഡി? നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. പിന്നെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പോവല്ലേ? ഇത് ഞങ്ങൾ താമസിച്ചത് ഈ ഹോട്ടലിലാണ് കേട്ടോ, രാജധാനി ടൂറിസ്റ്റ് ഹോം. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് വരും. നോർമൽ റേറ്റ്സ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്ക് വരികയാണെന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ താമസിക്കാം. ഇനി നമുക്ക് വാക്സ് മ്യൂസിയത്തേക്ക് പോവാം. ഇവിടുന്ന് നമുക്ക് ഓട്ടോറിക്ഷ നോക്കണം അല്ലേ? ഇവിടുന്ന് 200 മീറ്ററേ ഉള്ളൂ, പക്ഷേ 1.5 കിലോമീറ്റർ. അപ്പം നമുക്ക് എന്തായാലും നടക്കാൻ വയ്യ. കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അവളുടെ കയ്യിലൊരു ബാഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ നല്ലത് അല്ലേ? പിന്നെ അവിടെ പോയിട്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം രാവിലെ തന്നെ. അത് 9 മണിക്ക് തുറക്കത്തുള്ളൂ. ഇപ്പോൾ 8:30 അപ്പോൾ അവിടെ എത്തിയിട്ട് പെട്ടെന്ന് വല്ല സ്പോട്ടും കണ്ടിട്ട് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അപ്പോൾ നമുക്ക് പോവല്ലേ? പാറു പോവല്ലേ? അങ്ങനെ ഞങ്ങൾ വാക്സ് മ്യൂസിയത്തിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇത് പിന്നെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്ന ഹോട്ടലാണ് ശ്രീ വെങ്കടേശ്വര ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ വന്നു കേട്ടോ. എൻ്റെ സാമ്പാർ വട, ചട്നി, പിന്നെ ഒരു ചമ്മന്തി, ലിമോൺ ഗീ റോസ്റ്റ്, അതിലൊരു വടയുണ്ട്. പിന്നെ മോള് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ മോള് ഇഡ്ഡലി കഴിക്കുകയാണ് അല്ലേ പാപ്പം? എങ്ങനെയുണ്ട് ഇഡ്ഡലി? സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട് ഗീ റോസ്റ്റ്? അപ്പം ഞാൻ എനിക്ക് സാമ്പാർ വട, പിന്നെ വട, ചട്നി. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോണത്, സുനിൽസ് വാക്സ് മ്യൂസിയം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളൊന്ന് കയറുകയാണ്. അപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ട് അതിൻ്റെ ടിക്കറ്റും ചാർജൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറുമ്പോൾ ചെറിയൊരു പൂജാ സ്റ്റാൻഡ് കാണാം കേട്ടോ. അതിൻ്റെ മുകളിൽ ശ്രീ പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ ദർശനത്തിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു റിസപ്ഷനും ഉണ്ട്. ഇതാണ് നമ്മളുടെ സുനിൽ വാക്സ് മ്യൂസിയത്തിൻ്റെ സ്റ്റാച്യൂസിൻ്റെ ലിസ്റ്റാണ് കേട്ടോ. കുറേ വലിയ വലിയ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട് ഇവിടെ. ടോട്ടൽ 40 ഉണ്ട് അല്ലേ? നമുക്കുള്ളിൽ പോവാം. വെൽക്കം ടു സുനിൽസ് വാക്സ് മ്യൂസിയം. ഉള്ളിൽ പോവാം. ഗാന്ധിജി, മഹാത്മാഗാന്ധി. ഇത് നോർമൽ വാക്സ് അല്ല, പാരാഫിൻ വാക്സ് ആണ് കേട്ടോ. ഇത് അണ്ണ ഹസാരെ, ഇത് സർദാർ വല്ലഭായ് പട്ടേൽ, ഇത് ജവഹർലാൽ നെഹ്റു. ഇത് നോക്കിയേ, അഭിനന്ദൻ വർത്തമാൻ. ഇവരെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ പാകിസ്ഥാനിൽ പോയിട്ട് ചായ കുടിച്ച് വന്ന മുതലാണ്. സൂപ്പർ, സല്യൂട്ട് യു മാൻ. ഇത് സായിബാബ. ഇതാണ് നമ്മളുടെ സിനിമാ നടൻ പ്രകാശ് രാജ്. ഇത് പ്രിൻസസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിയുടെ റോയൽ ഫാമിലി, അവരുടെ ഒരു ഫോട്ടോ ആണ്. ഇനി ഇവിടെ ഒക്കെ ലീഡേഴ്സാണ് കേട്ടോ. ഇത് നമ്മളെ ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. അത് മുത്തശ്ശേരി ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഉമ്മൻചാണ്ടി. ഇതൊക്കെ ശരിക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ജീവുള്ള ആൾക്കാരാണെന്ന്. ശ്രീ നാരായണ ഗുരുദേവൻ നോക്കിയേ, ശരിക്കും മുഖം കണ്ണും ഒക്കെ നോക്കിയ ഒറിജിനൽ. പിന്നെ വേറെ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ലീഡേഴ്സാണ്. അംബേദ്കർജി, രാജാ രവിവർമ്മ,
രവീന്ദ്രനാഥ് ടാഗോർ, ദാദാ സാഹേബ് ഫാൽക്കെ, ദ ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ. ഇത് വേറെ സെക്ഷനാണ്. ഇത് ബോളിവുഡ് സെക്ഷനാണ്. നമ്മളുടെ സ്വന്തം ബാഹുബലി, മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. വാവ്, ക്രിക്കറ്റിത്തെ നായകൻ വിരാട് കോഹ്ലി. ഇത് നമ്മളുടെ ഇന്നസെൻ്റ്. ഇത് നമ്മളുടെ മുഹമ്മദ് ബിൻ റാഷിദ് അൽ ബക്കത്തും, വൈസ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇത് ശരിക്കും ഒറിജിനലാണ് കേട്ടോ, കണ്ട ഒറിജിനൽ തോന്നും. ഇതാണ് മറഡോണ. കണ്ണുകൾ നോക്കിയാൽ ഞാൻ എല്ലാ സ്റ്റാച്യൂസിൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചില്ലുമോ, എല്ലാം ഒറിജിനൽ കണ്ണുകളുമായി തോന്നും. ഇത് നമ്മളെ ബോളിവുഡത്തെ ഹാൻസം ഹങ്, ദി ഭായ്ജാൻ സൽമാൻ ഖാൻ, റാണ ദുഗ്ഗഭട്ടി, നമ്മളുടെ ബാഹുബലിത്തെ വില്ലൻ, നമ്മുടെ ജയൻ ദ ലാലേട്ടൻ. വാവ്, കബ്ബാലിഡ, കബ്ബാലി, ദി സിംഗിൾ അല്ല, ഡബിൾ അല്ല, ട്രിപ്പിൾ സ്ട്രോങ് മമ്മൂട്ടി. ഇതാണ് കേട്ടോ ഇതിൻ്റെ സൃഷ്ടാവ് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയ ആൾ സുനിൽ കാന്തല്ലൂർ, സ്കൾപ്ചർ ആൻഡ് മാനേജിങ് ഡയറക്ടർ. അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അവരുടെ കുറച്ച് ഒരു ഷോർട്ടായിട്ടുള്ളത്. ഈസ് എ ബോൺ ഇൻ കാന്തല്ലൂർ, സ്മോൾ വില്ലേജ്, ആലപ്പുഴ ഡിസ്ട്രിക്ട്, കേരള. ഇത് നമ്മളുടെ തെലുങ്കിലത്തെ നായകൻ വിക്ടറി വെങ്കടേഷ്. അപ്പോൾ ഇതാണ് സുനിൽ. ഇവരാണ് ഇത് ഉണ്ടാക്കിയത്. കണ്ട, അവരവിടുന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് എടുത്തിട്ടാണ് അവർ ഇവിടെ വന്നിട്ട് സ്റ്റാച്യൂസ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് മൂന്നാമത്തെ സെക്ഷൻ. ഇത് ഇവിടെ മുഴുക്കെ പൊളിറ്റീഷ്യൻസാണ്, നമ്മളുടെ വലിയ വലിയ ലീഡേഴ്സ്. അച്യുതാനന്ദ്ജി, കോടിയേരി ബാലകൃഷ്ണൻ സാറ്, ജയലളിത ചേച്ചി, MGR ഒക്കെ ഒറിജിനൽ. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ഇതാണ് നമ്മളുടെ അബ്ദുൽ കലാംജി. അവരുടെ എല്ലാ തോട്ട്സും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോണ്ട് ഫിയർ ഫോർ ഫേസിങ് ഫെയിലിയർ ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിക്കോസ് ഈവൻ ദ സക്സസ് മാക്സ് സ്റ്റാർട്ട് വിത്ത് 0 ഓൺലി. വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്ക് നമ്മൾ വായിച്ചിരിക്കേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ വാക്സ് മ്യൂസിയം കണ്ടു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അവിടുത്തെ ലീഡേഴ്സ്, ബോളിവുഡ് ആക്ടർ, സ്പോർട്സ്മാൻ എല്ലാം അതിനുള്ളിലുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ട കുറേ ആളുകൾ എടുത്തു വന്ന് ഫോട്ടോ എടുക്കാൻ. അതെ, ഫോട്ടോ എടുക്കാൻ പറ്റി. എല്ലാം ഒറിജിനൽ അല്ലേ? ഒറിജിനലാണെന്ന് തോന്നുന്നു. നമുക്ക് അവരിപ്പോ ജീവിച്ചിരിക്കാത്ത പലരും നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ അവരുടെ കൂടെ. പിന്നെ ഇതൊരു പ്രത്യേകതരം വാക്സ് ആണ്, പാരാഫിൻ വാക്സ് എന്നാ പറഞ്ഞ്. അതുകൊണ്ടാണ് അവര് ഉണ്ടാക്കിയത് അല്ലേ? അതുകൊണ്ട് പെട്ടെന്ന് അത് ഉരുകി പോകുന്നില്ല. ഇല്ല. വാക്സ് മ്യൂസിയത്തിനുള്ളിലത്തെ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. ഇനി ഞങ്ങൾ കുറച്ച് മോര് കുടിക്കാൻ പോകണം. ഇവിടെ മോര് ഭയങ്കര ഫേമസ് ആണ്, ആ മോരും വെള്ളം. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കുറേ മോരും വെള്ളത്തിൻ്റെ കടകളുണ്ട്. അപ്പോൾ അവിടെ പോയൊന്ന് മോരും വെള്ളം കുടിക്കാം അല്ലേ? തണുപ്പുണ്ടാവില്ലേ ചേച്ചി? തണുത്ത മോര്, അടിപൊളി മോരാണ്. അതെന്താണ്? കട്ടിത്തൈര്. ഓ ആവോ, ലിമോ കുടിച്ചു നോക്കിയേ, നല്ല തണുപ്പുണ്ട്. കട്ടിത്തൈരൊക്കെ ഇട്ട മോരാ, ഫേമസ് ആണ് കേട്ടോ. ദ മോഹൻസ് മോര്, ഇവിടെ നിന്നാണ് ഞങ്ങൾ മോരും വെള്ളം കുടിക്കണത്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മോളെ കുടിച്ചു നോക്കിയേ, എങ്ങനെയുണ്ട് മോര്? എൻ്റെ പൊന്നോ, സൂപ്പറല്ലേ? എരിവുണ്ടാ? കുറേശ്ശെ എരിവുണ്ടാവും കേട്ടോ. അത് കറിവേപ്പില, നല്ല ഫ്രഷ് മോര്. മുളക്, കറിവേപ്പില, ഇഞ്ചി ഇട്ടുണ്ട് ചേച്ചി. 16 ഐറ്റം ഉണ്ട് ഇതിനുള്ളിൽ. ഔ, അത് കുടിച്ചപ്പോൾ തലയ്ക്ക് കിക്ക്. സൂപ്പർ, അടിപൊളി മോരാണ്. അപ്പോൾ മോര് കുടിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മോരൊക്കെ അടിപൊളിയായിരുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ. ടിൽ ദെൻ ബൈ.